Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ patient satisfaction-മായി ബന്ധപ്പെട്ട് ഏത് ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? What can a hospital do to deal with angry patients? അവിടെ വരെയല്ലേ നമ്മൾ എടുത്ത് നിർത്തിയത്? Third one complete അല്ലേ? Third one complete ആയില്ലേ? ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇനി ഫോർത്ത് വൺ അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ശരി, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, ഓക്കെ. ഓരോ ഭാഗം എടുക്കുന്നത് ഒന്ന് വായിച്ചു കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലത് നിൽക്കോളെ. ഇനി വെറുതെ വായിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓരോ ഭാഗം എടുക്കുമ്പോൾ മിസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇതൊന്നും ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട, പക്ഷെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി വെക്കണം എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഫോർത്ത് വൺ ആണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ലഭിച്ചോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള മെച്ചപ്പെടുത്തൽ നടത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. So to improve patient experience, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മോസ്റ്റ് ഡോക്ടേഴ്സ് spend a short span of time in which they want to complete various tasks from catching up with patients, understanding their concern and providing the required treatment. നമുക്കറിയാം ഏതൊരു ഡോക്ടറെ അടുത്ത് പോയാലും ഒരുപാട് സമയം അവർ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നതും നമുക്ക് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻസും ട്രീറ്റ്മെന്റ് തരുന്നതും ആണോ? ഒരുപാട് സമയം നമ്മുടെ അടുത്ത് ചിലവഴിക്കുന്നുണ്ടോ? ചിലവഴിക്കുന്നില്ല അല്ലെ. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് അവർ നമ്മുടെ അടുത്ത് ചിലവഴിക്കുക. ശരിയല്ലേ? ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ മിനിമം കൂടി പോയ ഒരു 5-10 മിനിറ്റ് അല്ലേ, കൂടുതലാണത് അല്ലെ. സാധാരണ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, നിങ്ങളുടെ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, അതിനനുസരിച്ച് മെഡിസിൻസ് ചെയ്താൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് ആ ഡോക്ടേഴ്സ് മിക്ക ഡോക്ടേഴ്സും നമ്മുടെ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമില് അവരെന്ത് ചെയ്യുന്നത്, വാണ്ട് ടു കംപ്ലീറ്റ് വേരിയസ് ടാസ്ക്. അവർക്ക് ആ ഒരു വളരെ കുറവ് സമയമാണ് അവർക്ക് അനുവദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരുപാട് പേഷ്യൻസ് പുറത്ത് വെയിറ്റിംഗും ആയിരിക്കും. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് അവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് അവർക്ക് നമ്മുടെ വിവരങ്ങൾ കംപ്ലീറ്റ് വേരിയസ് ടാസ്ക് പല കാര്യങ്ങൾ ഈ പേഷ്യൻസിൽ നിന്ന് അറിയേണ്ടതായിട്ട് വരും. സോ അത്തരം കാര്യങ്ങൾ അറിയാം, നമ്മുടെ ആശങ്കകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതായത് അങ്ങനെയൊരു കാര്യം നടത്തുമ്പോൾ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളില് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുമോ? ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളില് ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ഒരു ഡോക്ടറിന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാണ്? വളരെ കുറച്ച് സമയമാണ് നമ്മൾ ഒരു ഡോക്ടറിനോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പറയാനുള്ള സമയവുമില്ല, അതുപോലെ ഡോക്ടറിന് അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയവുമില്ല അല്ലെ. ആ പ്രസന്റ് കണ്ടീഷൻ അവർക്ക് എന്താണോ അത് മാത്രമാണ് ഡോക്ടർക്ക് അന്നേരം നോക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് വേറെ പല അസുഖങ്ങളും ഉണ്ടായേക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമുക്ക് പ്രസന്റ് എന്തെങ്കിലും ഒരു തലവേദനയായിട്ടോ അല്ലെങ്കിൽ പനിയായിട്ടോ ചെന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അത് മാത്രമായിരിക്കും നമുക്ക് പറയാൻ സമയം ഉണ്ടാവുക. അത് മാത്രമായിരിക്കും ഡോക്ടേഴ്സ് കേൾക്കുന്നതും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ അല്ലെ. സോ അത്തരം സന്ദർഭങ്ങളില് നോക്കിയേ,
In such cases, it would be difficult for doctors to address all the problems of the patients. Patients in എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. സോ ഇഫ് we do not get answers for specific queries, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പരിചരണമാവുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷനും കാര്യമാവുമ്പോ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടില്ല. അതായത് did we provide that desired care? ഇപ്പൊ നമ്മള് ഇത്തരത്തില് ഡോക്ടേഴ്സ് വളരെ ചുരുങ്ങിയ സമയം നമ്മളോട് ട്രീറ്റ്മെന്റ് തരുന്ന നമ്മുടെ അടുത്ത് ചിലവാക്കുന്നു. അതിനനുസരിച്ച് അപ്പോഴുള്ള പ്രസന്റ് കണ്ടീഷന് വേണ്ടി മാത്രം നമുക്ക് ട്രീറ്റ്മെന്റുകൾ തരുന്നു. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, അതായത് did we provide the desired care? നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും ആ ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ഞങ്ങൾ തന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? യെസ്, ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ പേഷ്യന്റിന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇതാണ് റിസൾട്ടില്ല. കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, അതായത് പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, did we provide the desired care? നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ പരിചരണവും ഞങ്ങൾ തന്നു എന്ന് ഹോസ്പിറ്റലുകാർ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ നമുക്ക് എന്ത് കൊടുക്കാനേ പറ്റുള്ളൂ? യെസ് കൊടുക്കാൻ പറ്റുമോ? യെസ് കൊടുക്കാൻ പറ്റുമോ? അവിടെ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള പരിചരണം തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ did we give the right advice? ശരിയായ അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശങ്ങൾ നമുക്ക് തരാൻ പറ്റിയോ? പറ്റിയിട്ടുണ്ടോ? എല്ലാ അസുഖങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു അഡ്വൈസ് തരാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. And it would be difficult for hospital to improve the patient experience. അപ്പൊ ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യനുകളും ചോദിക്കുമ്പോ അതിന് ആൻസർ കിട്ടാതെ വരാറുണ്ട്. ശരിയല്ലേ? അല്ലെങ്കിൽ ശരിയായിട്ടുള്ള യെസ് എന്നുള്ള ഒരു ആൻസർ ചിലപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടില്ല. സോ ഇറ്റ് കുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹോസ്പിറ്റൽ ടു ഇംപ്രൂവ് ദ പേഷ്യന്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിന് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം മികച്ചതാക്കണമെങ്കിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? ഇപ്പൊ പേഷ്യൻസിനെ ഡോക്ടേഴ്സ് ഒരുപാട് സമയം കൺസൾട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന് സമയം അനുവദിക്കണം അല്ലെ. ഓരോ പേഷ്യൻസിനെയും കൺസൾട്ട് ചെയ്യുന്നത് സമയം കൂട്ടണം. അല്ലാതെ ഒരുപാട് പേഷ്യൻസിന് ഒരു ദിവസം ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരുപാട് പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടേഴ്സ് ഒരു പേഷ്യന്റിന് അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അവരോട് സംസാരിക്കാനോ അവർക്കുള്ള അഡ്വൈസ് കൊടുക്കാനോ സമയം ഉണ്ടാവോ? ഇല്ല അല്ലെ. അത് ഹോസ്പിറ്റലുകാരാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സിനാണെങ്കിൽ പോലും അങ്ങനെയൊന്ന് പ്രാവർത്തികമാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ കൊണ്ടുവന്നാൽ മാത്രം, അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാം? മികച്ചതാക്കാം. സോ one of the best way to improve it's by engaging with the patient and addressing their problem correctly after every interaction. അപ്പൊ ഇതിനൊരു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അപ്പൊ പേഷ്യൻസിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് മികച്ചതാക്കണമെങ്കിൽ അവിടെ പേഷ്യൻസിനോട് നല്ല രീതിയിൽ ഇടപെടൽ ആര് നടത്തണം? ഡോക്ടേഴ്സും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളും നടത്തണം. വേണ്ടേ? ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റു ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അല്ലെ. ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാൾ അവർ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരിക. ശരിയല്ലേ? ചില ഡോക്ടേഴ്സ് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാ എന്നൊക്കെ പറയും ഇല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ്. ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെയുള്ള അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാ, അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നൊക്കെ പറയില്ലേ? നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടെൻഷനോട് കൂടി പറയുന്ന കാര്യമായിരിക്കും, പക്ഷെ അവരത് നിസ്സാരമായിട്ട് അവർ തള്ളിക്കളയാറുണ്ട്. ചില ഡോക്ടേഴ്സ് അങ്ങനെയാ അല്ലെ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇങ്ങോട്ട് അനുസരിക്കുക, നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുക, അങ്ങനെയുള്ള ബിഹേവിയർ ചില ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകളുടെയൊക്കെ കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള ഇടപെടലല്ല ഇവിടെ വേണ്ടത്. പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇടപെടൽ നടത്തുകയും അവരോട് കൃത്യമായിട്ട് അവരുടെ രോഗങ്ങളും വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി കൃത്യമായിട്ട് അവരോട് ഓരോ ഇടപെടലിലും കൃത്യമായിട്ടുള്ള അവരുടെ ആ പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ്
വേണ്ടത്. അതിലൂടെ മാത്രമേ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മികച്ചതാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, പേഷ്യൻസിന് താൽക്കാലികമായിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യമോ മാത്രം കൊടുക്കുന്നതിലൂടെ ഒരിക്കലും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ പറ്റില്ല. മറിച്ച് അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിനോടോ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളും പേഷ്യൻസിനോട് നല്ല രീതിയിൽ ഇടപെടൽ നടത്തുക, അതിന്റെ ഫലമായിട്ട് അവരോട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിലൂടെ അവർക്ക് ഓരോ പ്രാവശ്യവും അവർ ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളോ എന്ത് ചെയ്യുക, അഡ്വൈസുകളോ ഒക്കെ കൊടുക്കുക. അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യാൻ പറ്റും, മികച്ചതാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരു പിരമിഡാണ് കേട്ടോ. എല്ലാം ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട ഒരു പിരമിഡാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഓരോ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്ക് ഓരോന്നിലൂടെയും വളർത്തിയെടുക്കാൻ പറ്റുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യം നോക്കിയേ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, വാട്ട് വി വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവേർഡ് ടു ഇറ്റ്സ് പേഷ്യൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലില് അവർ സർവീസ് നൽകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വരിക, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ആദ്യം പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നോക്കി ആ ഒരു സ്റ്റേജസ് ആണ് എന്താ പറയുന്നത്. പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്, പേഷ്യൻസിന്റെ ആ ഒരു ജേർണി, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഇതവിടെ നമ്മുടെ ഒരു പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നോക്കിയേ, പേഷ്യൻസ് എക്സ്പീരിയൻസ് ആദ്യം മുകളിൽ തുടങ്ങാം കേട്ടോ. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, വളരെ ചെറിയ ഒരു പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവർ ടു ഇറ്റ്സ് പേഷ്യൻസ്. അതായത് നമുക്ക് എപ്പോഴും ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന് വരുന്നതാ, നമ്മൾ കൊടുക്കുന്നത്, അതായത് ഓരോ പേഷ്യൻസിനും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന രീതികൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുകൾ, അവർ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന സർവീസുകളിൽ എത്രത്തോളം വാല്യൂ അല്ലെങ്കിൽ മൂല്യം നമ്മൾ നൽകുന്നുണ്ട്, അതിനനുസരിച്ചല്ലേ എക്സ്പീരിയൻസിൽ മാറ്റങ്ങൾ വരുന്നത് അല്ലെ. ഓരോ പേഷ്യൻസും എന്താ, ഓ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസ് അവർ തന്നു, ആ സർവീസിനുള്ള മൂല്യമല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ആ മൂല്യമാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്, ശരിയല്ലേ. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുകളിലത്തെ കണ്ടോ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിലേക്കാണ് ഉദ്ദേശിച്ചത് ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളാണ്. പേഷ്യൻസിന് ആ സർവീസുകളിലൂടെ പേഷ്യൻസിന് ആദ്യം ഒരു എക്സ്പീരിയൻസ് വരുന്നു, ചെറിയ രീതിയിലുള്ള ഒരു നല്ലൊരു അനുഭവം കിട്ടുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ഓരോ സർവീസുകളും എങ്ങനെയുള്ളതാ, പേഷ്യന്റ് സെൻട്രിക് സർവീസ് ആണ്, രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സർവീസുകൾ നൽകുന്നു. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി മികച്ചതായോ. പേഷ്യൻസിന് ആദ്യം വന്നപ്പോ കിട്ടിയ സർവീസുകളെല്ലാം നല്ലതാണ്, അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഓക്കെ അല്ലെ, ആ ഒരു രീതിയിലായിരുന്നു, ശരിയല്ലേ. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടുക അല്ലെ. ഇനി അതിനുശേഷം വരുന്ന ഓരോ സർവീസുകളും ആ രോഗിയെ കേന്ദ്രീകരിച്ചുള്ളതാവുമ്പോ കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയോ. ഇനി അതിനുശേഷം പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിലൂടെയുള്ള പേഷ്യന്റിന്റെ ജേർണിയാണ്, ഒരു യാത്ര. അതായത് അവർക്ക് കൊടുക്കാവുന്ന സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, അഡ്വൈസുകള്, അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ആ ഒരു പേഷ്യന്റിന്റെ ജേർണി, ആ ഒരു യാത്രയിലൂടെ പോകുമ്പോ ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കുറയുമോ കൂടുമോ, കൂടുമോ? എങ്ങനെയാണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് കുറയാണ് കൂടും അല്ലെ. അപ്പൊ നോക്കിയേ, ഹൗ ദ പ്രാക്ടീസ് എൻഗേജസ് വിത്ത് ഇറ്റ്സ് പേഷ്യൻസ്. അതായത് രോഗികൾ ആ ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളില് രോഗികളെ എത്രത്തോളം ഇടപെടൽ നടത്തുന്നു
എത്ര രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നു അതിനനുസരിച്ച് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യുന്നുണ്ട്, മികച്ചതാവുന്നുണ്ട്. അപ്പോ എപ്പോഴും പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെ. ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസുമായിട്ട് ഈ പേഷ്യൻസ് വരുന്നു, അവർക്ക് നല്ല സർവീസുകൾ കൊടുക്കുന്നു, അതിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന പേഷ്യന്റ് സെൻട്രിക് അപ്രോച്ച് അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള സർവീസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് അവരെന്ത് ചെയ്യുന്നു, പകരം നമുക്കൊരു മൂല്യം തരുന്നു. അതാണ് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവർ കാണിക്കുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉടനീളം ആ ഒരു പേഷ്യന്റ് എന്ത് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. അവരുടെ പല പ്രോബ്ലംസിനെയും കൈകാര്യം ചെയ്ത് നമ്മൾ കൃത്യമായ ട്രീറ്റ്മെന്റുകളും കെയറുകളും കൊടുക്കുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു പ്രാക്ടീസിൽ അവരെ എൻഗേജ്ഡ് ആക്കുകയും അവർക്ക് ആ ഒരു പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുകയും നല്ല രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റും കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നു, മികച്ചതാക്കി അല്ലെങ്കിൽ മികച്ച ബെസ്റ്റ് ആക്കി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ ആ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, വാട്ട് ഹോസ്പിറ്റൽ ക്യാൻ ഡു ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്? ഇനി പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? അതൊരു ഫസ്റ്റ് വൺ ആണ്, എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ടു സ്ട്രീംലൈൻ ഹോസ്പിറ്റൽ പ്രോസസസ്, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. അപ്പോൾ ഇവിടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ. അവർക്ക് കൊടുക്കുന്ന കെയറോ ട്രീറ്റ്മെന്റോ മാത്രമല്ല അവർ നോക്കുന്നത് അല്ലെ. നമ്മളാണെങ്കിൽ അത് മാത്രമല്ലല്ലോ നോക്കുന്നത്. ഇവിടെ എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു നല്ല മികച്ച സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലില് സ്ഥാപിക്കുക. അതായത് ഹോസ്പിറ്റലിലെ പ്രക്രിയകൾ, എന്തൊക്കെ പ്രക്രിയകളാ? പേഷ്യൻസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബില്ല് ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൃത്യമായിട്ട് ലാബ് റിപ്പോർട്ടുകൾ യഥാസമയം പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെറ്റിംഗ് അപ്പ് റിമൈൻഡേഴ്സ്, കൃത്യമായിട്ടുള്ള റിമൈൻഡറുകൾ സെറ്റ് ചെയ്ത് അവരെ അറിയിക്കുക. ഇങ്ങനെയുള്ള ഓരോ ഹോസ്പിറ്റൽ പ്രക്രിയയും നല്ല രീതിയിൽ അവിടെ സ്ഥാപിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെ. ഒരു പേഷ്യന്റ് ചെല്ലുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ വളരെ എളുപ്പമാക്കുക, അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ വളരെ എളുപ്പമാക്കുക, ബില്ലുകൾ എളുപ്പത്തിൽ. നമ്മളോട് ചിലപ്പോഴൊക്കെ എന്താണ്, ഡിസ്ചാർജ് കഴിഞ്ഞ് ഞാൻ ബില്ലൊക്കെ കിട്ടാൻ ഒരുപാട് ലേറ്റ് ആവും അല്ലെ. ബില്ല് റെഡിയാക്കി ചിലപ്പോൾ രാവിലെ ഡിസ്ചാർജ് ചെയ്തതായിരിക്കും, വൈകിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ബില്ല് കിട്ടുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. സോ അത്തരത്തിലുള്ള വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായ ബില്ല് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ലാബ് റിസൾട്ടുകൾ, ചില ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ലാബ് റിസൾട്ട് കിട്ടും അല്ലെ. ചില ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ഒരുപാട് വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലെ. ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലും ആയിട്ടില്ല, നമ്മൾ എത്ര സമയത്ത് ചെന്ന് മൂന്നാം പ്രാവശ്യം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴാണ് അവർ എടുത്തു തരുന്നത് തന്നെ അല്ലെ. അപ്പൊ അത്തരത്തില് ഒന്നും ലാബ് ഒന്നും വരാതെ പേഷ്യൻസിന്റെ ലാബ് റിപ്പോർട്ടുകളാണ് കൃത്യസമയത്ത് അത് പബ്ലിഷ് ചെയ്യുക. അതുപോലെ ഫോളോ അപ്പോ കാര്യങ്ങൾക്കോ വേണ്ടി വരണമെങ്കിൽ അവർക്ക് റിമൈൻഡേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരെ അത് യഥാസമയം അത് അറിയിക്കുക. ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവും പ്രക്രിയയും അവിടെ സ്ഥാപിക്കുക എന്നതാണ് ഒന്നാമതായി ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യം. അത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തത്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. അതുപോലെ തന്നെ വരുന്ന ഓരോ പേഷ്യൻസും ഓരോ വ്യക്തികളാണ്, അവർക്കുള്ള പ്രശ്നങ്ങളും വ്യക്തിപരമായി അല്ലെ. ഓരോരുത്തർക്കും ഉള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഓരോ വ്യത്യസ്തമാണ് അല്ലെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമല്ലേ, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. സോ അത്തരത്തിൽ ഓരോ പേഷ്യന്റിനെയും ശരിയായ രീതിയിൽ നല്ല ശ്രദ്ധ കൊടുത്ത് അവർക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ, അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് അവരെ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തമായിട്ടുള്ള രോഗി പരിചരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ നൽകുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, റീഡ് ഔട്ട് ടു പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിന്റെ ലാബ് റിപ്പോർട്ടുകളായിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, ഇതെല്ലാം പേഷ്യൻസിനോട് കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും ശരിയായ ആശയവിനിമയങ്ങൾ അവരോട് നടത്തുകയും ചെയ്യുക.
ത്രൂ ഡിഫറെന്റ് ചാനൽസ്, പല പല ചാനൽസിലൂടെ, ഇമെയിൽസിലൂടെയാവാം, ഫോൺ കോളുകളിലൂടെയാവാം, വോയിസ് മെയിൽസിലൂടെയാവാം, കോൺഫറൻസിലൂടെയാവാം, അങ്ങനെ ഏത് രീതി, ഫേസ് ടു ഫേസ് ആവാം, അങ്ങനെ ഏത് രീതിയിലൂടെയും പല പല ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. Then അടുത്തതാണ് കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. കൃത്യമായിട്ട് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ, വാല്യുബിൾ ആയിട്ടുള്ള മൂല്യമുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിന്റെ സർവേകൾ നടത്തുക. Then try to understand how patients perceive the quality of care given. അതുപോലെ തന്നെ എന്ത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു ഗുണനിലവാരമുള്ള പരിചരണം എത്രത്തോളം നന്നായിട്ട് പേഷ്യൻസ് സ്വീകരിക്കുന്നു, അതെങ്ങനെയാണ് അവര് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവരുടെ ധാരണ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തത് ഡിസ്കസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. അതുപോലെ തന്നെ ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി, ഇതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുമായിട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക, കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സ്, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. ഒരു ഹോസ്പിറ്റല് പ്രധാനമായിട്ടും ചെയ്യേണ്ട പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ ഒന്നുകൂടി പറയാട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഫസ്റ്റ് വൺ പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ഹോസ്പിറ്റലിലെ ഈ പറയുന്ന പ്രക്രിയാസ്, പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ബില്ല് ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ പ്രക്രിയാസിലെല്ലാം വളരെ വിശദമായി വ്യക്തമായിട്ട് അത് നല്ല രീതിയിൽ അവിടെ സ്ഥാപിക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് പറയുന്നത് ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യൻസിനെയും മതിയായ ശ്രദ്ധകൾ കൊടുത്ത് അവർക്ക് ആവശ്യമായ, അവരെ കേന്ദ്രീകരിച്ച്, ഓരോ പേഷ്യൻസിനെയും കേന്ദ്രീകൃതമായിട്ടുള്ള രോഗി പരിചരണങ്ങൾ നൽകുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവർക്ക് ആവശ്യമായ വിവരങ്ങൾ അവർക്ക് നൽകുകയും നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്യുക. അതിനുവേണ്ടി പല ചാനൽസ്, ഇപ്പോ ഫോൺ കോളുകളാവാം, ഇമെയിൽസ് ആവാം, വോയിസ് മെയിൽസ് ആവാം, അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അങ്ങനെ ഏത് രീതി ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് കൃത്യമായ ഇൻഫർമേഷൻസ് നൽകുകയും അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ പതിവായിട്ട് പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ സർവേകൾ, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാനും ആവശ്യമായിട്ട് പതിവായിട്ട് പേഷ്യന്റ് സർവേകൾ നടത്തുക. അതിലൂടെ കൃത്യമായിട്ട് അവരുടെ വാലിഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. Then അടുത്തത് try to understand how patient perceive the quality of care given. അതുപോലെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാര പരിചരണങ്ങൾ എത്ര നന്നായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്, ആ പേഷ്യൻസ് ഓരോന്നും അത് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, ആ കെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഓഫ് കെയർ നമ്മൾ നൽകുന്നതിനെ കുറിച്ചുള്ള പേഷ്യൻസിന്റെ ധാരണ എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ പങ്കാളികൾ, അതായത് പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരുമായിട്ട് ഡിസ്കഷൻസ് അല്ലെങ്കിൽ എന്താണ് ചർച്ചകൾ നടത്തുകയും അതിനനുസരിച്ച് അവിടെ ക്വാളിറ്റി നല്ല രീതിയിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, സ്ഥാപിക്കുകയും ചെയ്യുക. ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു ഭാഗം കേട്ടോ, ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഭാഗം വേഗം വായിച്ചു നോക്കി.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ശരി. ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഫിഫ്ത്തിലേക്ക് പോവാണ് കേട്ടോ. ഫിഫ്ത് വൺ ആണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിറ്റൻഷൻ. പേഷ്യൻസിനെ അവിടെ റിറ്റൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ രോഗിയെ അവിടെ നിലനിർത്തുക അല്ലെ, ആ ഹോസ്പിറ്റലിൽ രോഗിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. അപ്പൊ നോക്കിയേ എങ്ങനെയാണ് നമുക്ക് പേഷ്യൻസിനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്താൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇറ്റ്സ് more cost effective to withhold old patient than to get new patient. അപ്പൊ എപ്പോഴും പഴയ പേഷ്യൻസിനെ ഒഴിവാക്കി പുതിയ പേഷ്യൻസിനെ അവിടെ കൊണ്ടുവരുന്നതാണോ അതോ പഴയ പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതാണോ ഒരു ഹോസ്പിറ്റലിൽ മോർ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചും കൂടി ലാഭകരം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും? കൂടുതൽ ലാഭകരം ഏതാണ്? പുതിയ പേഷ്യൻസിനെ നിലനിർത്തുന്നതാണോ അതോ പഴയ പേഷ്യൻസിനെ ഒഴിവാക്കാതെ അവരെ നിലനിർത്തുന്നതാണോ? എന്താണ് ലാഭകരം? പുതിയ പേഷ്യൻസിനെ കിട്ടുന്നതാണോ? ആണോ? പഴയ പേഷ്യൻസിനെ ഒഴിവാക്കി പുതിയ പേഷ്യൻസിനെ കിട്ടുന്നതാണ്? അല്ല അല്ലെ. എന്താണ് ശരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പഴയ പേഷ്യൻസിനെ അവിടെ നിലനിർത്തുന്നതാണ്. എന്തുകൊണ്ടാണ്? പുതിയ പേഷ്യൻസ് കിട്ടാതിരിക്കാം അല്ലെ, അത് ഇനി ഭാവിയിലേക്ക് വരാവുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നിലവിലുള്ള പേഷ്യൻസ് നമ്മുടെ ഇവിടെയുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവരെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അവരെ നിലനിർത്തുകയും പുതിയ വരുന്ന പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസിലൂടെ ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നാണ് ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെ. അല്ലാതെ പഴയ പേഷ്യൻസിനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പുതിയ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്തിരിക്കലല്ല. അപ്പൊ അതൊരിക്കലും ഒരു ലാഭകരമായിട്ടുള്ള കാര്യമല്ല. അതേസമയം പഴയ പേഷ്യൻസിനെ അവിടെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന രീതിയാണ് മികച്ചത്. സോ റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു ഹോസ്പിറ്റൽസിൽ ഇൻവെസ്റ്റ്മെന്റ് ആരാ ഹോസ്പിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? പേഷ്യൻസിനെ നിലനിർത്തുക തന്നെയാണ് അല്ലെ. വരുന്ന പേഷ്യൻസ് ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ വിട്ട് പോകരുത് അല്ലെ. അതല്ലേ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവർ നല്ല സർവീസുകളും കാര്യങ്ങളും കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ പേഷ്യൻസിനെ അവിടെ നിലനിർത്തുക, അല്ലെങ്കിൽ പോയിട്ടുള്ള അതായത് ഒരു പ്രാവശ്യം സർവീസ് എടുത്ത് പോയ പേഷ്യന്റ് തിരികെ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ സർവീസിന് വേണ്ടി വീണ്ടും വരിക. സോ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിട്ടുന്ന ആ ഒരു തിരിച്ചുവരവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ആണ് അല്ലെങ്കിൽ ആ ഒരു തിരികെ കിട്ടുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും പേഷ്യൻസ് തിരികെ ആ ഹോസ്പിറ്റലിലെ സർവീസുകൾക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത്. സോ എപ്പോഴും എങ്ങനെയുള്ള പേഷ്യൻസാണ് നമ്മൾ തിരികെ വരിക? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് തിരികെ ചെല്ലണമെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്? നല്ലതായിരിക്കണം, ശരിയല്ലേ? നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തിരികെ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്ത വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആയിരിക്കും അടുത്ത സർവീസിന് വേണ്ടി പോവുക അല്ലെ. അപ്പൊ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി ഒരു ഹാപ്പി ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിലാണ് നമ്മൾ തിരികെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ പോകുന്നത്. സോ ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്. അത് നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹാപ്പി പേഷ്യൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ബെസ്റ്റ് അഡ്വക്കേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ? അഡ്വക്കേറ്റിന്റെ ജോലി എന്താ? വാദിക്കുക അല്ലെ. ഓരോ കേസ് വന്നാൽ അവരെ വാദിച്ച് ജയിക്കാന്നല്ലേ ഒരു അഡ്വക്കേറ്റിന്റെ പ്രധാന ജോലി അല്ലെ. ഇവിടെ ഹോസ്പിറ്റലിനെ പറ്റി ഹാപ്പി പേഷ്യൻസ് ആരോടായിരിക്കും വാദിക്കുക? നമ്മളൊരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്, നമ്മൾ പിന്നെയും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് വീണ്ടും പല നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇത് ആരോടെ വാദിച്ച് ജയിക്കാം? മറ്റുള്ള ആളുകളോട് അല്ലെ. നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ടല്ലോ, ശരിയല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനോടാവാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാവാം, നമുക്ക് പരിചയമുള്ള ആളുകളോടാവാം. നമ്മൾ പറയില്ലേ നല്ല സർവീസ് ആണ് അവിടെ തരുന്നത്, നിങ്ങളൊന്ന് പോയി നോക്കൂ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങൾക്കും അതുണ്ടാവും ഇല്ലേ? അപ്പൊ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയല്ലേ?
അല്ലേ? നമ്മൾ അവിടെ മാറുകയല്ലേ ചെയ്യുന്നേ. അതുകൊണ്ടാണ് ഒരു ഹാപ്പി പേഷ്യൻസ് എപ്പോഴും ഹോസ്പിറ്റലിലെ ബെസ്റ്റ് അഡ്വക്കേറ്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. They will keep coming back to opt for services. ശരിയല്ലേ? അവർ പിന്നെ നമുക്ക് ഹാപ്പിയാണ്, നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഇനി വരുന്ന ഏതൊരു സർവീസും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ചൂസ് ചെയ്യാം. ശരിയല്ലേ? തിരികെ വരും ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മറ്റെന്ത് സർവീസുകൾ നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യാം. ഇവൻ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ശരിയല്ലേ? നമ്മൾ ആ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഈ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഏതെങ്കിലും ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ് അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്യും അല്ലെ? അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ. അപ്പൊ എപ്പോഴും ഒരു ക്വാളിറ്റി കെയർ മാത്രമല്ല നമ്മൾ അവിടെ മാനദണ്ഡമാക്കി വെക്കുക. ശരിയല്ലേ? എംപ്ലോയ് സം ഓഫ് ദ ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജി ടു മേക്ക് ദ പേഷ്യന്റ് ഫീൽ വർക്ക്. എന്താണ്? പേഷ്യൻസിന് എപ്പോഴും അവർ വളരെ മൂല്യമുള്ളതാണെന്ന് തോന്നിപ്പിക്കണം. ശരിയല്ലേ? വരുന്ന ഓരോ പേഷ്യൻസിനും ഹാപ്പി ആവണമെങ്കിൽ, നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഓ, നമുക്ക് ഇവിടെ ഒരു മൂല്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ തരുന്നുണ്ടെന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആവുന്നേ? ആണോ? നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്, നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ അവർ ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവില്ല. പക്ഷെ നമ്മൾ ഭയങ്കര രീതിയിൽ കെയർ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്തു തന്ന് നമുക്കൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് അല്ലെ നമ്മൾ ഹാപ്പി ആവുന്നത്. ആണല്ലോ? അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിനെ മൂല്യമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, അവരെ അവിടെ പ്രൊക്യൂർമെന്റ് അവരവിടെ നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവരവിടെ നിലനിർത്തി അല്ലെങ്കിൽ റിട്ടൈൻ ചെയ്യണമെങ്കിൽ ഒരു ഹോസ്പിറ്റല് നല്ല ക്വാളിറ്റിയുള്ള കെയർ മാത്രം കൊടുത്താൽ പോരെ. ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കണം, അതൊരു വശമാണ്. അത് മാത്രം കൊടുത്താൽ മതിയോ? നമുക്കൊരു ക്വാളിറ്റിയുള്ള പരിചരണം മാത്രം കിട്ടിയാൽ മതിയോ നിങ്ങൾക്ക് ഹാപ്പി ആവാനായിട്ട്? അത് മാത്രമാണെങ്കിൽ അല്ല അല്ലെ, ഒരുപാട് വശങ്ങൾ അതിൽ വരുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പേഷ്യൻസിന്റെ റിട്ടൻഷൻ അല്ലെങ്കിൽ പേഷ്യൻസിനെ രോഗി അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാം, ആ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കിക്കൊണ്ട് പേഷ്യൻസിനെ നമുക്ക് അവിടെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട കുറച്ച് സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രങ്ങളുണ്ട്. അതാണ് ഇനി താഴെ പറയുന്ന ഓരോ കാര്യങ്ങളും. നോക്കാട്ടോ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യന്റ്. നിലവില് അവിടെയുള്ള രോഗികളെ നമുക്ക് നിലനിർത്താൻ ശ്രമിക്കാം. ശരിയല്ലേ? അവിടെ നിലവിലുള്ള രോഗികളെ എന്ത് ചെയ്യുക? പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരവിടെ നിലനിർത്താൻ ശ്രമിക്കുക. ശരിയല്ലേ? അതുപോലെ വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യന്റ്. ഇനി നഷ്ടപ്പെട്ട പേഷ്യൻസ്, അതായത് ഇവിടെ നിന്ന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് പോയ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? നമ്മൾ ചില ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോയി കൺസൾട്ട് ചെയ്യാറുണ്ട്. ശരിയല്ലേ? അതാണ് വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നഷ്ടപ്പെട്ട രോഗികളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. അവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്താം, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അവരോട് കമ്മ്യൂണിക്കേഷൻസ്, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അവരെ തിരികെ കൊണ്ടുവരാം. സോ അത്തരത്തില് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ രോഗികളുണ്ട്. ഓൾറെഡി ഇവിടുത്തെ പേഷ്യൻസ് ആയിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക. രണ്ടെണ്ണം പറഞ്ഞു, റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. അപ്പൊ നിലവിലുള്ള പേഷ്യൻസിനെ അവിടെ നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ പേഷ്യൻസ് ആണെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ മനസ്സിലായോ? രണ്ടാമത്തത് കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് സർവേകൾ നടത്തുക അല്ലെ? ഫീഡ്ബാക്ക് സർവേകൾ നടത്തുമ്പോൾ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതുപോലെ ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. അതുപോലെ ഇപ്പൊ പോയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സർവീസ് ഉപേക്ഷിച്ച് നിങ്ങൾ പോവാനുണ്ടായ കാരണം എന്താണ് അല്ലെ? ആ കാരണം മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു നമ്മുടെ സർവീസ് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പോയത്, വൈ ദേ ലെഫ്റ്റ്, എന്തുകൊണ്ടാണ് പോയി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേഷ്യൻസിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് സർവേകള് പതിവായിട്ട് നടത്തുക. മനസ്സിലായല്ലോ? രണ്ടാമത്തെ സെറ്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? തേർഡ് വൺ പറയുന്നത് ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. നല്ല രീതിയിൽ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു
ബിൽഡിംഗ് സോഷ്യൽ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന സമൂഹം നല്ലൊരു കൂട്ടായ്മ എന്ത് ചെയ്യുക, കെട്ടിപ്പടുക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ അവർ അവയർനെസ് ക്ലാസ്സുകൾ ഉണ്ട്, അവർ ക്യാമ്പുകൾ നടത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ സമൂഹമായിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവിടെ കെട്ടിപ്പടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ഇഷ്ടം കൂടും. ശരിയല്ലേ? ഹോസ്പിറ്റലിനോട് ഇഷ്ടം കൂടുകയും ഒരുപാട് പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരാനും അതേ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റുകൾ തുടരാനും ആഗ്രഹിക്കും. അതുപോലെ ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ, അതുപോലെ തന്നെ അവരുടെ തിരിച്ചുവരവിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം പേഷ്യൻസ് അവിടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും അവർക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സർവീസുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. എന്താണ്? പേഷ്യൻസിന്റെ ആ ഒരു വിശ്വസതയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ അവർക്ക് കൊടുക്കാം. അപ്പൊ പേഷ്യൻസ് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിനെയും വിശ്വസിച്ചാണ് ആ സർവീസുകൾ വാങ്ങാൻ വേണ്ടി വരുന്നത്, അല്ലെ, അല്ലെങ്കിൽ സർവീസ് എടുക്കാൻ വേണ്ടി വരുന്നത്. സോ അത്തരം വിശ്വാസം, അവരുടെ ആ ഒരു വിശ്വാസത്തെ എന്ത് ചെയ്യുക, പരിഗണിക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ, റിവാർഡുകൾ കൊടുക്കുക. അപ്പൊ അവർക്ക് ചിലപ്പോ ഇപ്പൊ സർവീസുകളിൽ എന്തെങ്കിലും ഇളവുകൾ കൊടുക്കാം, അതുപോലെ ബില്ലില് എന്തെങ്കിലും ഇളവുകൾ കൊടുക്കാം, ചില സർവീസുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാം, ഇല്ലേ? അങ്ങനെയൊക്കെ പല രീതികളും നമ്മൾ ചൂസ് ചെയ്യാട്ടോ. അതിലൂടെയൊക്കെ പേഷ്യൻസിന്റെ ആ ഒരു വിശ്വസ്തത, അവരീ ഒരു ഹോസ്പിറ്റലിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വസ്തതയെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ കൊടുക്കുക. അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് അവിടെ നിലനിൽക്കില്ലേ? നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ സർവീസുകളിലെ ഡിസ്കൗണ്ടുകൾ കൊടുക്കുക, ഫ്രീ ആയിട്ടുള്ള സർവീസുകൾ ചിലത് കൊടുക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ പേഷ്യൻസിന് അവിടെ നിലനിർത്താൻ പറ്റില്ലേ? നമുക്ക് പറ്റുമോ? അതുപോലെ പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. എന്താണ്? ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെയാണല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പൊ ഇവിടെ പേഷ്യൻസ് പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്, അതായത് ഇവിടെ നല്ല ക്വാളിറ്റിയുടെ കെയർ കാര്യങ്ങളാണ് കൊടുക്കുന്നത് എന്ന് സമൂഹത്തെ അറിയിക്കണ്ടേ? അറിയിക്കണോ? ഇപ്പൊ എങ്ങനെയാ സാധാരണ സമൂഹത്തെ ഓരോരുത്തർ അറിയിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നല്ല സർവീസുകൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സൊസൈറ്റി അറിയണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയല്ലേ നമ്മൾ അറിയുന്നത്? ആണോ? അപ്പൊ ഒരു തെളിവ് അവരുടെ മുന്നിലേക്ക് കൊടുക്കുക. ഇവിടെ നല്ല സർവീസ്, അതായത് ഇപ്പോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സർജറി ചെയ്തു, അത്രയും മാത്രം ആലോചിച്ചത്. ഒരു നല്ല വലിയ രീതിയിലുള്ള ഒരു സർജറി ചെയ്തു, അത് നല്ല ഫലപ്രാപ്തിയില്ലേ? നിങ്ങൾ അത് അറിയാറില്ലേ? ഒരു ഹോസ്പിറ്റൽ അത്തരത്തിലൊരു സർജറി നടത്തിയാൽ അറിയാറുണ്ടോ? അത് അറിയാറുണ്ടോ? ഇല്ലേ? അറിയാറില്ലേ? ഒരു മീഡിയയിലൂടെ അറിയാറില്ലേ? ഉണ്ട് അല്ലെ? ന്യൂസിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും കാണാറില്ലേ? അല്ലെ? ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വേഗത്തിൽ വരാറുണ്ട്, അല്ലെ? സോ അത്തരത്തില് സമൂഹത്തിന് ഒരു പ്രൂഫ് കൊടുക്കും, അത് അഡ്വർടൈസ്മെന്റിലൂടെ ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ അത്തരം രീതിയിൽ സമൂഹത്തിന് ഒരു സോഷ്യൽ പ്രൂഫ് കൊടുക്കുക. അതായത് ഇവിടെ ഇത്തരം രീതിയിലുള്ള സർവീസുകളും കാര്യങ്ങളും നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ അതിലൊരു വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? സോ അത്തരത്തിലൊരു സോഷ്യൽ പ്രൂഫ് ആളുകളുടെ മുന്നിലേക്ക് കൊടുക്കാൻ സാധിക്കണം. അടുത്തത് ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ വോയിസ്, അല്ലെ, അവർ പറയുന്ന കാര്യങ്ങള് ശ്രവിക്കുക അല്ലെങ്കിൽ കേൾക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കുക. ശരിയല്ലേ? പേഷ്യൻസ് വരുമ്പോ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കേൾക്കാനായിട്ട് കേൾക്കാനും അത് ശ്രവിക്കാനുമുള്ള ഒരു സന്നദ്ധത കാണിക്കുക. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യന്റ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉടനടി തന്നെ അത് പരിഹരിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താ? പേഷ്യൻസിനെ നല്ല എക്സ്പീരിയൻസ് കൊടുത്ത് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് റിട്ടൈൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, നിലവിലുള്ള പേഷ്യൻസിനെ നമ്മളവിടെ നിലനിർത്താൻ ശ്രമിക്കുക. ഇനി വിൻ ബാക്ക് ലോസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ, പേഷ്യൻസിന് ഫീഡ്ബാക്ക് സർവേകൾ കണ്ടക്ട് ചെയ്യുക. അതുപോലെ പേഷ്യൻസിനോട് എന്ത് ചോദിക്കുക? എന്തുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് പോവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്
എന്ത് ചെയ്യുക, ബിൽഡപ്പ് ചെയ്യുക. അതുപോലെ അവരുടെ തിരിച്ചുവരവിനെ പ്രോത്സാഹിപ്പിക്കുക. പേഷ്യൻസിന്റെ ഈ ഒരു ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസത്തെ മാനിക്കുന്ന രീതിയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ നൽകുക. ഒരു സോഷ്യൽ പ്രൂഫ് ഹോസ്പിറ്റലിലെ സർവീസുകൾ മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്ന് സൊസൈറ്റിക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി വ്യക്തമായിട്ടുള്ള പ്രൂഫുകളും വീഡിയോകളും മറ്റ് ക്ലാസുകളും ഒക്കെ ആയിട്ട് അവരുടെ മുന്നിലേക്ക് അത് അറിയിക്കുക. അതുപോലെ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സംസാരങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ കേൾക്കാനൊരു സന്നദ്ധത കാണിക്കുക. അവരുടെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും അത് ഉടനെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുക. ക്ലിയർ ആണോ? സ്ട്രാറ്റജീസ് ക്ലിയർ ആണോ? അടുത്തതാണ് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യൻസിന്റെ റിട്ടൻഷനിൽ നിലനിൽപ്പിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ മികച്ചതാക്കാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ജനറേറ്റ് കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന, വളരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന, നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെയാവുമ്പോൾ നമുക്ക് അവിടെ നിലനിൽക്കാൻ തോന്നും. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ അവർ കെയർ തരുന്നതിലും കൂടുതൽ അവർ നമ്മളോടുള്ള പെരുമാറ്റമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലെ? അപ്പൊ അവര് നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ തരുന്നുണ്ട്. നമ്മളെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ സ്വീകരിച്ച് നിർത്തുന്ന ഒരു അന്തരീക്ഷമാണ് എങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റും പേഷ്യൻസിനെ. അല്ലെ? അതുപോലെ തന്നെ ഇന്റിമേറ്റ് പേഷ്യന്റ് അഡ്വൈസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. അതുപോലെ തന്നെ അവർക്ക് ഏത് ട്രീറ്റ്മെന്റ് ഏത് പ്രൊസീജിയർ ആണോ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പേഷ്യൻസിനെ അറിയിക്കുക. എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പേഷ്യൻസിനെ എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പൊ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതിനൊക്കെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്, അത് ഇന്ന കാര്യങ്ങളാണെന്ന് കൃത്യമായിട്ട് പേഷ്യൻസിന് ആ ഒരു നിർദ്ദേശങ്ങൾ അവരെ അറിയിക്കുക. മൂന്നാമത്തത് എക്സ്പെക്ടേഷൻ ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ രോഗികളുടെ പ്രതീക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മികച്ച ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുക. ഓരോ പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്താണോ അത് മനസ്സിലാക്കുകയും അവർക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുക. കണ്ടക്ട് ഫോളോ അപ്പ് സർവേസ് ആഫ്റ്റർ ദി വിസിറ്റ്. അതുപോലെ തന്നെ വിസിറ്റുകൾക്ക് ശേഷം, വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഫോളോ അപ്പ് സർവേകൾ അവരുമായി ബന്ധപ്പെട്ട് നടത്തുക. അതുപോലെ ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. കൃത്യമായിട്ട് അവർക്ക് ഫോളോ അപ്പോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നൽകുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നല്ല രീതിയിൽ നൽകുക. ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. പേഷ്യൻസിന്റെ റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നാമതായിട്ട് അവരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻവൈറ്റിംഗ് ആയിട്ട് അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷം ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പേഷ്യൻസിന് നല്ല രീതിയിൽ അവരുടെ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് മുതലായവയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൃത്യമായ അറിയിപ്പുകൾ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ അവരെ അറിയിക്കുക. മൂന്നാമത്തത് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു മികച്ച ട്രീറ്റ്മെന്റ് അവർക്ക് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക. നാലാമത്തത് അവരുടെ വിസിറ്റുകൾക്ക് ശേഷം അവരുടെ ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്ക് സർവേകളും ഫോളോ അപ്പ് സർവേകളും ഒക്കെ നടത്തുകയും കൃത്യമായ ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷൻസും ഒക്കെ പേഷ്യൻസിന് നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? അത് ഫിഫ്ത് വൺ ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകട്ടെ ടീച്ചർ. നെക്സ്റ്റ് വൺ ആണ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് നമ്മുടെ 5 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. 5 റീസൺസ് ആണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിന്റെ 5 കാരണങ്ങളാണ് നമ്മൾ ഓരോന്നും പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ ആണ് കേട്ടോ ഫാക്ടേഴ്സ്. ഇതിന്റെ കൂടെയുള്ള സെക്ഷൻ അല്ല കേട്ടോ, അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കരുത്. 5 എണ്ണത്തിന്റെ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഈ അടുത്തത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. രോഗികളുടെ സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് താഴെ പറയുന്നത്. അപ്പൊ നമ്മുടെ സംതൃപ്തി അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തുവായിട്ട് റിലേറ്റഡ് ആണ്? ഓഫൻ റിലേറ്റ്സ് ടു ഫസ്റ്റ് പോയിന്റ്. ഇത് ഇൻക്ലൂഡഡ് അല്ലാത്ത രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് എ പേഷ്യന്റ് ഹാസ് ഓഫ് ദ കെയർ. ആ ഒരു ഹോസ്പിറ്റലിലെ പരിചരണം കൊടുക്കുന്ന കെയർ ടീമിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ പേഷ്യന്റ് പ്രതീക്ഷിക്കുന്നത് അതിനനുസൃതമായിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മാറുന്നുണ്ട്. ശരിയല്ലേ? ആ കെയർ ടീം നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ശരിയല്ലേ? നമുക്ക് നല്ലൊരു പരിചരണം തരണം, നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യണം എന്നുള്ള എക്സ്പെക്ടേഷൻ എല്ലാ പേഷ്യൻസിനും ഉണ്ട്. ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? നമ്മൾ പോകുമ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ലേ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാ, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരു കെയർ ആണോ ആ ഒരു കെയർ ടീം തരുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സംതൃപ്തിയിൽ മാറ്റം വരും. ശരിയാണോ? നല്ല കെയർ ആണ് തരുന്നതെങ്കിൽ ആ ഒരു കെയർ ടീം നല്ല രീതിയിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ നമ്മുടെ സർവീസുകളും പരിചരണവും തരാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നല്ലതായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മള് അസംതൃപ്തരായിരിക്കും. ശരിയല്ലേ? ആണോ? ഒന്ന് റിപ്ലൈ ചെയ്ത് ശരിയല്ലേ മിസ് പറയുന്നേ? രണ്ടാമത്തത് നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റ് പ്ലാനിനനുസരിച്ച്, അല്ലെ? നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് തരുന്നതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ല എങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആണല്ലോ? മൂന്നാമത്തത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. അപ്പൊ നമുക്ക് കെയർ തരുന്ന പ്രൊവൈഡേഴ്സ്, ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, നല്ല രീതിയിൽ അവരും നമ്മുടെ പേഷ്യൻസും തമ്മിൽ നല്ലൊരു കാര്യക്ഷമമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നല്ലതായിരിക്കും. അല്ല എങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തുന്നില്ല എങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡും ആയിരിക്കും. ശരിയാണല്ലോ? അടുത്തത് വെയിറ്റ്. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുത്താണെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, അല്ലെ? നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ ഒരിക്കലും പോകാനും ശ്രമിക്കാറില്ല. ശരിയല്ലേ? അതേസമയം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വളരെ കുറച്ച് സമയം മാത്രം വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എല്ലാം വേഗം ചെയ്തു തരാണെങ്കിലോ നമ്മൾ സംതൃപ്തരായിരിക്കും, അല്ലെ? അതുപോലെ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അവര് തരുന്ന ആ ഫെസിലിറ്റിയിലെ അന്തരീക്ഷവും അവിടുത്തെ സംസ്കാരം നല്ല ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, നല്ല രീതിയിലുള്ള ഒരു കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നാമത്തത് ആ കെയർ ടീം ആ പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള പരിചരണം നൽകിയിട്ടുണ്ടോ അത് നോക്കും. രണ്ടാമത്തത് എത്ര നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് അവർക്ക് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തത് പേഷ്യൻസും ആ കെയർ നൽകുന്ന പ്രൊവൈഡേഴ്സും തമ്മിൽ നല്ലൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ, അതുപോലെ എത്ര സമയം അവര് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ആ ഫെസിലിറ്റി തരുന്ന എൻവയോൺമെന്റും കൾച്ചറും എങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെയും സംതൃപ്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഓക്കെ, ശരി. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ക്യാച്ച് self-reported patient evaluation of multiple touch points in the course of their medical care experience. അപ്പൊ ഇവിടെ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താൻ ഓരോരുത്തരും സ്വന്തമായിട്ടാണ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അവിടെ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അത് രേഖപ്പെടുത്തുന്നു, അല്ലെ? സെൽഫ് റിപ്പോർട്ടഡ് ആണ്. മറ്റൊരാളെ കൊണ്ടാണോ നമ്മളത് ചെയ്യിക്കുക? അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. ശരിയല്ലേ? പേഷ്യന്റ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്. ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ മാത്രമേ നമ്മൾ നോക്കുള്ളൂ, നമുക്ക് തരുന്ന കെയർ മാത്രമേ നോക്കുള്ളൂ? അല്ല, പല വശങ്ങളെയും ടച്ച് ചെയ്താണ് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ
നമുക്ക് കിട്ടിയ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അങ്ങനെയുള്ള എല്ലാ വശങ്ങളെയും ചുറ്റി നമുക്ക് എക്സ്പീരിയൻസ് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, അതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആ പല ടച്ച് പോയിന്റ്സുകളിൽ നിന്നും ഈ പല മേഖലകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കി നമ്മൾ സെൽഫ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തലാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. Depending on what aspect of patient satisfaction is being calculated. Example may include responsiveness of staff. ഇവിടെ ഒരുപാട് വശങ്ങളെ കൈകാര്യം ചെയ്താണ് നമ്മൾ ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതില് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? സ്റ്റാഫ് നമ്മളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അത് വലിയൊരു മാനദണ്ഡമാണ് അല്ലെ? ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകള് നമ്മളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവർ പ്രതികരിക്കുന്നത്, അത് നോക്കാറില്ലേ നമ്മള്? ഇല്ലേ? അവര് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ആ ഹോസ്പിറ്റലിന് ഇഷ്ടമാവില്ല. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് മോശമായിരിക്കും. അതുപോലെ തന്നെ ക്ലിനിഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ, ഡോക്ടേഴ്സ് നമ്മളോട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്നില്ലേ? അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിനെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നില്ലേ? ഉണ്ടോ? ടെക്നിക്കൽ സ്കില്ല്, അവിടെയുള്ള എന്താണ് ടെക്നിക്കൽ ആയിട്ടുള്ള ജീവനക്കാര് അവരുടെ കഴിവ് ഇല്ലേ? നമുക്ക് ചില റിപ്പോർട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് റിസൾട്ടുകൾ തരുന്നു, പെട്ടെന്ന് നമുക്ക് അത് ഡോക്ടേഴ്സിനെ കാണാനും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതിൽ നോക്കാറുണ്ട് അല്ലെ? ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് വൃത്തിയുള്ള ഒരു അന്തരീക്ഷമാണോ, നമ്മളെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണോ അവിടെ ഉള്ളത്, നമ്മളെ നല്ല വാമായിട്ട് നിലനിർത്താനായിട്ട് അത് സഹായിക്കുന്നുണ്ടോ ഇല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്കൊരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ അല്ലേ? രണ്ട് കാര്യം പറയുന്നത് ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. Then patient satisfaction survey can be generated and issued in-house. നമുക്ക് രണ്ട് രീതിയിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ, ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള വർക്ക് ചെയ്യുന്ന ജീവനക്കാരില്ലേ, അവരെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് എന്ത് ചെയ്യാം? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യാവുന്നതാണ്. ചില ഹോസ്പിറ്റലുകൾ, ബട്ട് മെനി ഹോസ്പിറ്റൽ, പക്ഷെ പല ഹോസ്പിറ്റലുകളും ഡിപ്പെൻഡ് ഓൺ തേർഡ് പാർട്ടി, ഒരു മൂന്നാം കക്ഷിയെ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലെ ജീവനക്കാരെ വെച്ച് നമുക്ക് ചെയ്യാം, അല്ല എങ്കിൽ പല ഹോസ്പിറ്റലിലും മറ്റൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പുറമേ നിന്നുള്ള ഒരു മൂന്നാം കക്ഷിയെ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കാറുണ്ട്. with experience in developing, administering and explaining statistically valid patient satisfaction survey. അപ്പോൾ വളരെ മികച്ചതായിട്ട് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ വികസിപ്പിക്കാനും അത് നല്ല രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനും അതവിടെ നടപ്പിലാക്കാനും അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് വിശദീകരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു തേർഡ് പാർട്ടി സർവീസുകൾ അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി സേവനങ്ങൾ പുറമേ നിന്നുള്ള ഒരു പാർട്ടിയെ പല ഹോസ്പിറ്റലും ഇതിനു വേണ്ടി ആശ്രയിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലെ ജീവനക്കാരെ വെച്ച് ഇൻഹൗസ് ആയിട്ട് നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താവുന്നതാണ്. A patient satisfaction survey is a set of questions. ഇതൊരു കൂട്ടം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ശരിയല്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചോദ്യാവലി ആയിരിക്കും അല്ലേ? യൂസ്ഡ് ടു ഗ്യാദർ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യന്റ്. അതിലൂടെ നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ടു സ്കെയിൽ ദെയർ സാറ്റിസ്ഫാക്ഷൻ, അതിലൂടെ അവരുടെ ഓരോരുത്തരുടെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി എത്രത്തോളമാണ്, അവർക്ക് എത്ര നല്ല ക്വാളിറ്റി ഓഫ് കെയർ ആണ് കിട്ടിയിരിക്കുന്നത്, ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ് അവർക്ക് കൊടുത്തിട്ടുള്ള ക്വാളിറ്റി ഓഫ് കെയർ, കൊടുത്തിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, എത്ര നന്നായിട്ടുള്ള കെയർ കിട്ടിയിട്ടുണ്ട്, അതിനനുസരിച്ച് പേഷ്യൻസിന്റെ സംതൃപ്തി എത്രത്തോളമാണ്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഫീഡ്ബാക്കിലൂടെ ആ സർവേ നടത്തുന്നതിലൂടെ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Then the patient satisfaction survey questionnaire help evaluate the basic metric across patient care that help medical institution in ascertaining the level of care extended and withdrawing service. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ ഒരു ഹോസ്പിറ്റലിന് ഒരു അടിസ്ഥാനപരമായിട്ട് കുറച്ച് വിവരങ്ങൾ കിട്ടുകയാണ്. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ പോകുന്ന ഓരോ പേഷ്യൻസും സംതൃപ്തരാണോ,
അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ലെവൽ ഓഫ് കെയറിന്റെ ആ ഒരു അടിസ്ഥാനം എത്രത്തോളം ഉണ്ട് അതവർക്ക് മനസ്സിലാക്കാനും തിട്ടപ്പെടുത്താനും അതിനനുസരിച്ച് പിറ്റ്ഫോൾ ഇൻ സർവീസ് എന്താണ് അവർ കൊടുക്കുന്ന സേവനങ്ങളിലെ പിഴവുകൾ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വിലയിരുത്താനുമുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡേറ്റാസ് ആണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടക്കുന്നത് കിട്ടുന്നത്. ഒന്ന് വായിച്ചു നോക്കി അത്രയും ഭാഗം വളരെ എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ ശരി. അടുത്ത ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞു വെക്കുകയാണ് 6 underlying metrics which patient satisfaction have to be measured on. അതായത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനിൽ സംതൃപ്തി അളക്കാനുള്ള ഒരു 6 അടിസ്ഥാന അളവുകളാണ് നമ്മൾ താഴെ പറയുന്നത് കേട്ടോ. 6 അടിസ്ഥാന അളവുകൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 6 അടിസ്ഥാന അളവുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അവർക്ക് കൊടുത്ത വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം, അത് ഒന്നാമത്തെ അളവാണ്. രണ്ടാമത്തത് ഇന്റർപേഴ്സണൽ സ്കിൽ ഡിസ്ക്രൈബ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽ. മെഡിക്കൽ പ്രൊഫഷണൽസ് അവരോട് പേഷ്യൻസിനോട് കാണിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കില്ല്, അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ നല്ല രീതിയിലുള്ള ബിഹേവിയർ ആണോ കാണിക്കുന്നത്, അത്തരത്തിലുള്ള ഇന്റർപേഴ്സണൽ സ്കിൽ എത്രത്തോളം ഉണ്ട്. മൂന്നാമത്തത് ട്രാൻസ്പാരൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും അവിടെ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും തമ്മിൽ നല്ലൊരു ആശയവിനിമയം നടത്തുന്നുണ്ടോ, ആ ആശയവിനിമയത്തിൽ നല്ലൊരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ സുതാര്യത കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ടോ. നാലാമത്തത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ അല്ലെ, ആ ഒരു വൈദ്യപരിചരണത്തിന്റെ ആ ഒരു സാമ്പത്തിക വശങ്ങൾ അത് നോക്കാറില്ലേ നമ്മള്. ചില ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ബില്ലാവും അല്ലെ, അത്തരം കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസിൽ മികച്ചതാണോ അല്ലയോ എന്ന്, നല്ല സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് ബാധിക്കുന്നില്ലേ. അതുപോലെ അസിസ്റ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷൻ. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും ഈ 6 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അതാണ് ഈ 6 അടിസ്ഥാനപരമായിട്ടുള്ള അളവുകൾ എന്ന് പറയുന്നത്. അസിസ്റ്റ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സിനോടും മറ്റു മെഡിക്കൽ പ്രൊഫഷണൽസിനോടും അടുത്തേക്ക് എളുപ്പത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ടോ. അതുപോലെ അക്സസിബിലിറ്റി ഓഫ് കെയർ, നമുക്ക് പെട്ടെന്ന് നമുക്ക് പരിചരണം എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ടോ, ആ പരിചരണം നമുക്ക് സ്വീകാര്യമാണോ. ഇത്രയും ഈ 6 അടിസ്ഥാനപരമായിട്ടുള്ള അളവുകൾ വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. ഒന്നാമത്തത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ എങ്ങനെയാണ്, അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ് കാണിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കില്ല്, വ്യക്തിപരമായിട്ടുള്ള സ്കില്ല് കഴിവുകൾ എങ്ങനെയാണ്. മൂന്നാമത്തത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ആശയവിനിമയവും ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ സുതാര്യതയും എത്രത്തോളം ഉണ്ട്. അതുപോലെ പരിചരണത്തിന്റെ സാമ്പത്തികപരമായ വശങ്ങൾ എങ്ങനെയാണ്. അതുപോലെ ഡോക്ടേഴ്സ് മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനോടുള്ള അവരുടെ അടുത്തേക്കുള്ള പ്രവേശനം എളുപ്പമായിരുന്നു. അതുപോലെ കെയർ ഓഫ് അക്സസിബിലിറ്റി ഓഫ് കെയർ, വൈദ്യപരിചരണം നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്നുണ്ടോ, അതുപോലെ അത് നമുക്ക് മികച്ചതായിട്ടാണോ കിട്ടിയിരിക്കുന്നത്. ഈ 6 ഘടകങ്ങളെ അല്ലെങ്കിൽ 6 മെട്രിക്സ് അല്ലെങ്കിൽ അളവുകൾ അടിസ്ഥാനമാക്കിയാണ്
നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ പറയാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അത് വായിച്ച് നമുക്ക് കുറച്ചും കൂടി ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കട്ടോ ആ ഒരു ഭാഗം, ആ ഒരു ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഐഡിയ കിട്ടുവേ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് എന്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളത് വെച്ചിട്ടാണുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്തിരി ഒന്ന് വായിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.